ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചാർട്ട് പേപ്പറുകളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. യെല്ലോ കളർ ചാർട്ട് പേപ്പറും ഗ്രീൻ കളർ ചാർട്ട് പേപ്പറും എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇത് വെച്ച് ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് യെല്ലോ കളർ ചാർട്ട് പേപ്പറിൽ ഈ ഒരു അടപ്പ് വെച്ച് 2 റൗണ്ട് ഷേപ്പുകൾ വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടപ്പ് വെച്ച് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ 2 റൗണ്ട് പീസുകളും നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു റൗണ്ട് പീസ് വീണ്ടും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ നമ്മൾ ഇതുപോലെ 2 റൗണ്ട് പീസുകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റൗണ്ട് പീസ് വീണ്ടും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത റൗണ്ട് പീസും നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 2 റൗണ്ട് പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോ പീസും ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ചാർട്ട് പേപ്പർ വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ഫ്ലവർ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. പിന്നീട് നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് വേണ്ടത്. ഇതിൽ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതളുകളെല്ലാം നമുക്ക് ഇതിലേക്കാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഓരോ ഇതളുകളായി ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതളുകളുടെ ഗ്യാപ്പിലെല്ലാം വീണ്ടും ഇതളുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ വളരെ സിമ്പിളായി നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മുഴുവൻ ഇതളുകളും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ 2 ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമുക്കിതിൽ കെട്ടുകമ്പി കോർത്തെടുക്കാനുള്ളതാണ്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കെട്ടുകമ്പിയാണ്. അതിൽ നിന്നും ഒരു പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ കമ്പി നമുക്ക് ഫ്ലവറിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. താഴേക്ക് വന്നിട്ടുള്ള ആ ഒരു കമ്പിയുടെ ഭാഗം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെ ഗ്രീൻ കളർ പേപ്പർ ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഫ്ലവറിൻ്റെ താഴെ ആദ്യം ഒട്ടിച്ചെടുത്തതിനേക്കാളും കുറച്ച് വലിയ പീസാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനേക്കാളും കുറച്ച് വലിയ അടപ്പ് വെച്ചാണ് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മളത് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിന് താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഫ്ലവറിൻ്റെ താഴെ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കളർ പേപ്പറാണ്. ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. ചാർട്ട് പേപ്പർ റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് റോൾ ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ തണ്ടിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ആയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ ഈ ഒരു കമ്പി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം അവിടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇലകൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാർട്ട് പേപ്പറിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇല കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അരികു വശം നമ്മൾ ഇതുപോലെ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇല നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിൻസിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് മടക്കി കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്തെടുത്തതുപോലെ തന്നെ അടുത്ത ഇലയും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ചാർട്ട് പേപ്പർ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 2 ഇലകളും നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇലകളിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനകത്തും നമ്മൾ കമ്പി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഇലകളിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം.
അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന തണ്ട് ഇലയിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ നമ്മളതൊന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇലയിലും നമുക്ക് തണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള 2 ഇലകളും നമുക്ക് ഫ്ലവറിൻ്റെ തണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഇല നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇല നമുക്ക് കുറച്ച് താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഫ്ലവറിലേക്ക് 2 ഇലകളും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ നടുക്ക് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കണം. ബ്രൗൺ കളർ വുളൻ ത്രെഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ബ്ലാക്ക് കളർ വുളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ നടുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അപ്പോൾ നമ്മളതിൽ ബ്ലാക്ക് കളർ വുളൻ ത്രെഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനിടയിലുള്ള ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെയും കൂടെ വുളൻ ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഇപ്പം നമ്മൾ ഫ്ലവറിൻ്റെ നടുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരു 3 പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചാർട്ട് പേപ്പർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമ്മൾ ഈ ഒരു എയർ ഫ്രഷ്നറിൻ്റെ ബോട്ടിലിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിനുള്ളിൽ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വുളൻ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 3 കളർ വുളൻ ത്രെഡ് നമ്മളിതിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബോട്ടിലിൻ്റെ മുകളിൽ ഇനി ഹോൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ മുഴുവനും നമ്മൾ അതിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പിൽ ഫ്ലവർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കത്രിക ഉപയോഗിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഹോളൊന്ന് വലുതാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ ഇതിലേക്കൊന്ന് വെച്ച് നോക്കാം. ഇതുപോലെ നമ്മൾ 4 പൂക്കളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ തെർമോകോൾ ബാൾസും കൂടെ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മൾ ചാർട്ട് പേപ്പറുകൾ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള സൺഫ്ലവർ നമ്മൾ ഇതുപോലെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പൂക്കളും നമ്മൾ ചാർട്ട് പേപ്പറുകൾ കൊണ്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള സൺഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.